ഹായ് ഗൈസ്, ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മറ്റേ കരി ലോഡ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കഞ്ചിക്കോടൊക്കെയാണ് ലോഡ്. നമ്മൾ അർസിക്കര റോട്ടിലാണ് കേട്ടോ ലോഡ് എടുക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ലോഡ് എടുക്കാൻ പോകുന്നുണ്ട് ഗൈസ്. 10:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇത് ഷിമോഗ റോഡാണ് കേട്ടോ. ഫുള്ള് തെങ്ങ് കൃഷി ഇവിടെയുണ്ട് കേട്ടോ. കവുങ്ങ് കൃഷി നടപ്പാതയുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ച കേട്ടോ. കുറേ വീടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തെങ്ങും തോട്ടത്തിൻ്റെ നടുവിലേക്കാണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്നിട്ടുള്ളത് ഗായ്സ്. ഇവിടെ വേ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അത് തേങ്ങ ചിരട്ട കൊണ്ടുവരുന്ന വരെ തൂക്കാനാണ് കേട്ടോ. ഫുള്ള് ചിരട്ട. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചിരട്ട കത്തിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, ഇത് കഴിഞ്ഞതാണോ കേട്ടോ? ഓ, ഫ്രണ്ടിലൊക്കെ വണ്ടി പോകുമല്ലോ, ഗിയർ മാറ്റാൻ. ഇതെടുക്കാൻ വേണ്ടി നല്ല ഉപതി ഇട്ടിട്ടുണ്ടായിട്ടില്ല അല്ലേ? ഫുള്ള് ചിരട്ട കൂട്ടിയിട്ടുണ്ടല്ലോ. അങ്ങ് ആ ചാക്കിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റാനുള്ളത്. പോരെ, അവൻ വന്നിട്ട് പറ്റി വെച്ചാൽ പോരെ. ഇത് ഈ കുഴിയിലൊക്കെ ആണ് കേട്ടോ കത്തിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഗൈസ്. ഇതിൽ നിന്ന് കോരാനുണ്ട് പ്രതി കേട്ടോ. കാണുന്നില്ല ഗൈസ്. അതിൽ നിന്ന് കോരാനുണ്ട്. അല്ല, അതവരോട് പറയാം. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കയറ്റാനുള്ളത്. ഒരു മിനിറ്റ്. നമ്മൾ നേരെ ബോഡി ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട്. എന്നാ പറക്കാം. ഇതെല്ലാം ഫുള്ള് പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. ഈലത്തെ ചിരട്ട കോരി ഇവിടെ മൊത്തം നെൽകൃഷി ഉണ്ടായതാണ് ഗൈസ്. കഴിഞ്ഞതിൽ വരുമ്പോൾ മൊത്തം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മൊത്തം കൊയ്തിട്ടുണ്ട് ഗൈസ്, നെൽകൃഷി മൊത്തം. ഇതിന് ചിരട്ട കോരാനുണ്ട് കുറച്ച്. നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എന്താ രണ്ടാൾ വണ്ടിയുടെ മേലെ ഉണ്ട്, 4 ആൾ കേട്ടോ താഴെ ലോഡിങ്ങില്ലേ. ഗൈസ്, ഇവർ ലോഡ് എടുക്കുന്ന കണ്ടോ? ഓഫ്, ഒരു ചാക്ക് 40 കിലോ ഉള്ളു ഗൈസ്. JCB എല്ലാം വരുന്നുണ്ട് കേട്ടോ. എന്താ പരിപാടി എന്നറിയത്തില്ല. ഇത് ചിരട്ട അരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കയറ്റുന്നത്. കാരണം പൊടിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്.
പൊടിയെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആ കുഴിയിൽ നിന്ന് കോരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് സാധനം ചിരട്ട കത്തിച്ചത്. അതുതന്നെയാണ് ഗൈസ്. JCBയുടെ കൊക്ക ഫുള്ളായിട്ട് താണിട്ടുണ്ട് കേട്ടോ കുഴിയിലേക്ക്. ഓപ്പറേറ്റർ എണീച്ച് നിന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് JCBനെ. ഡയറക്റ്റ് നെറ്റിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എയർ ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ചിരട്ട മൊത്തം കത്തിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം അടച്ചു വെക്കാനുള്ള ഇതാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഒരു ചെറിയ ട്രേയിൽ ഇഷ്ടിക നിരത്തിയിട്ടുള്ളതാണ് ഗൈസ്. ഇതൊക്കെ മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് തീ വെക്കുന്നത്. ഇതിലൂടെ മാത്രമാണ് ഗൈസ് പുക പോകുന്നത്. ഫുള്ള് തെങ്ങ് കൃഷിയാണ്. ആകെ 5 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പണിക്കാരായിട്ട്. നമ്മുടെ വണ്ടി ലോഡലായി സെറ്റായിട്ടുണ്ട് കേട്ടോ. കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പ്രതിവേട്ടനാണ് വണ്ടി അടിക്കുന്നത്. ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്.
कंपनी नेम और ओनर ड्राइवर हाँ നമ്മൾ വണ്ടി ലോഡറിലായി വെയിറ്റെല്ലാം എടുത്ത് ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ബില്ലിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നേരെ കാഴ്ച. അപ്പോൾ ഇത് പോകുന്നത് നേരെ ടിപ്പ് ടൂറേക്കാണ്. നേരെ ഓപ്പോസിറ്റ് ഒരു പമ്പ് ഉണ്ട്. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡ് നേരെ അർസിക്കരയ്ക്കാണ് കേട്ടോ. അർസിക്കര ഷിമോഗ റൂട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അർസിക്കര ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരമായിട്ട് കുറേ മലകളുണ്ട്. ഒറ്റപ്പെട്ട പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിലിൻ്റെ. അപ്പോൾ നമ്മൾ ലോഡെല്ലാം ആയി അവിടെ നിന്ന് ബില്ലെല്ലാം കിട്ടി അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ കാട്ടിൽ എന്തായാലും ബ്ലോക്ക് ആവും. നാളെ രാവിലെ അവിടെ നിന്ന് കാട് പാസ്സാവാൻ കഴിയും കേട്ടോ. റോഡ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഏയിലോട് പോകണം, ചിലപ്പോൾ സത്യമംഗലം ഇറങ്ങും, അല്ലെങ്കിൽ നാടുകാണി ചുരം ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തായാലും കുറച്ചും കൂടി പോയി ഏകദേശം മൈസൂർ എത്തുമ്പോൾ ഞങ്ങളുടെ തീരുമാനമാകും ഏകദേശം പോകാനുള്ള റോട്ട്. ഗായ്സ് ഇവിടുന്നാണ് കേട്ടോ നമുക്ക് തെറ്റിപ്പോണ്ടത്. ഈ ലെഫ്റ്റിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡ് തുംകൂർ റോഡ്. നമുക്ക് നേരെയാണ് ഗായ്സ് പോകേണ്ടത്. ഗായ്സ് ഏകദേശം 10-60-70 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതേതാ പ്രതിയോട്ട സ്ഥലം? MRP എല്ലാം ഉണ്ടല്ലോ, ബാറിലുണ്ടല്ലോ. MRP ഗ്രീൻ പോർക്ക് ഹോട്ടൽ. ഇത് നാഗമംഗല. ഇപ്പം സമയം ഏകദേശം 6:10 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് കാട് പാസ്സാവൂല. മറ്റേ നമ്മളെ ചങ്ങായി മനു ജെറുസലേം എന്ന് പറഞ്ഞ 6 വീല് ലോറി മൈസൂർ പാസ്സായി കേട്ടോ. അവന് കാങ്കേത്തൊക്കെയാണ് ലോഡ്. അടിപൊളി റോഡാണ് കേട്ടോ. എന്ത് കോനാനൂറാ? ചുറ്റിലും അധികവും തെങ്ങ് കൃഷിയാണ് കേട്ടോ കാണാൻ കഴിയും നമുക്ക്. തെങ്ങ് കൃഷി ആൻഡ് തക്കാളി, കക്കേരി അങ്ങനത്തെ എല്ലാം കൃഷിയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് മൊത്തത്തിൽ. നല്ല അടിപൊളി വീട്. ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പാലത്തിൻ്റെ അടിയിലോട്ട് പോയിട്ട് റൈറ്റിലേക്കാണ് ഗൈസ് പോകേണ്ടത്. അതിൽ തന്നെ പോയിക്കും. നേരെ എക്സ്പ്രസ് വേയിൽ കയറാൻ പോവുകയാണ് കേട്ടോ. 12 കിലോമീറ്റർ, ഊട്ടി 135 കിലോമീറ്റർ. എക്സ്പ്രസ് വേയിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ പോയി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. പ്രതിഘടനാണ്.